ഹലോ, ഞാൻ ഇന്നത്തെ ട്രേഡ് ലോധയിലായിരുന്നു. ലോധ എന്റെ എസ് എടുത്തത് 2 തവണയാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഭാവിയിൽ എങ്ങനെ ഇത്തരം ട്രേഡുകൾ ഒഴിവാക്കാമെന്നും നമുക്ക് നോക്കാം. നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ആസ് യൂഷ്വൽ നമ്മുടെ ഇൻട്രാഡേ സ്കാനറിൽ സെന്റിമെന്റ് നോക്കിയപ്പോൾ ബെയറിഷ് ആയാണ് നമ്മൾ രാവിലെ കണ്ടത്. അങ്ങനെ ഇൻട്രാഡേ സ്കാനറിൽ നിന്നാണ് ലോധ എടുത്തത്. നമുക്ക് അതിനുശേഷം ചാർട്ട് നോക്കിയാൽ വിവാപ്പിനടിയിൽ പ്രൈസ് വന്നതിന് ശേഷം സ്മാർട്ട് മണി ആക്റ്റീവ് അല്ല എന്ന് കണ്ടതുകൊണ്ടും കഴിഞ്ഞ പല ദിവസങ്ങളായി ലോധയിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു എൻട്രി എടുത്തു. എന്റെ ഫസ്റ്റ് ടാർഗറ്റ് വളരെ ക്ലോസ് ആയിരുന്നു. ബട്ട് സെക്കൻഡ് ടാർഗറ്റ് ഏകദേശം ഇവിടെ വരെ വരുമായിരുന്നു. മാർക്കറ്റ് ഹൈ വോളറ്റിലിറ്റി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടാർഗറ്റ് മൂവ് ആയതും എന്റെ എസ് എല്ലും ഹിറ്റ് ആയിരുന്നു. ഇവിടെ ടാർഗറ്റ് ഞാൻ ബ്രോക്കർ ആപ്പിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്റെ എസ് എൽ അടിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഒരു എൻട്രി എടുത്തു. പക്ഷേ അതും എനിക്ക് എസ് എൽ ഇവിടെ ഹിറ്റ് ആവുകയാണ് ഉണ്ടായിരുന്നത്. ഈ സമയം ഞാൻ നിഫ്റ്റി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് ആണെന്നാണ്. നിഫ്റ്റി ആദ്യ 5 മിനിറ്റ് ക്യാൻഡിൽസ് നോക്കുമ്പോൾ അതിന്റെ ഹൈ ലോ ഇടയിൽ തന്നെ ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു നിഫ്റ്റി ഒരു ഡയറക്ഷൻ തന്നു കഴിഞ്ഞപ്പോൾ ലോധയും വീക്കാവാൻ തുടങ്ങി. അങ്ങനെ ആ സെക്കൻഡ് ടാർഗറ്റും ബ്രീച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് ലോധ വന്നു. ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ഒരു സോണാണ് ഒരു സൈഡ് വൈസ് സോൺ. ഏറ്റവും ബെസ്റ്റ് ഇത്തരം സിറ്റുവേഷനിൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട എന്ന് വെച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിവെഞ്ച് ട്രേഡ് ചെയ്ത് ക്യാപിറ്റലിന്റെ ഒരു നല്ല ഭാഗം നഷ്ടപ്പെടുത്താനും നിങ്ങളുടെ സൈക്കോളജി നശിപ്പിച്ച് കോൺഫിഡൻസ് കുളമാക്കാനും ഇത് ധാരാളമാണ്. ഇതേ സമയത്ത് തന്നെ HLC സ്കാനറിൽ വന്ന കുറച്ച് ട്രേഡുകളാണ് ഇത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് വന്ന 2-3 ട്രേഡുകളാണ്. അതായത് നാഷണൽ അലൂമിനിയവും അശോക് ലേലാൻഡും പോലുള്ളവ രാവിലെ തന്നെ വളരെ നല്ല മൂവാണ് രണ്ടിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സ്കാനറിന്റെയും ഇൻഡിക്കേറ്ററിന്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.